ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുവാൻ അവർ കുടുംബമായി തിരുമുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു. ദൈവം മാതാപിതാക്കൾക്ക് കൊടുത്ത ദൗത്യത്തെ കൂടാതെ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഇന്ന് ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ മാതൃകയുള്ള ജീവിതം ചെയ്ത് ദൈവത്തിന് മുഖ്യത്വം കൊടുക്കുന്നു എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് കുഞ്ഞിനെ വെളിപ്പെടുത്തുക. ഉച്ചപ്രായം മുതൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളർത്തുകയും ചെയ്യുക. ബൈബിളിൽ പറയുന്നത് പോലെ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കർത്താവിന്റെ വചനം ബോധിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണമെന്ന് വചനം പറയും പോലെ നിങ്ങളുടെ ജീവിതം ദൈവത്തിന് പ്രസാദമായി തീരട്ടെ. ദൈവദാനമായി തന്ന കുഞ്ഞിനെ ആ നിലയിൽ വളർത്തുവാൻ കൃപ തരട്ടെ. ആ ഉത്തരവാദിത്വത്തെ ഉണർന്ന് കർത്താവിന്റെ കരുത്തിൽ സമർപ്പിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു ജീസസ്. എല്ലാവരും കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. ഈ കുടുംബത്തിന് ദാനത്ത് നൽകിയ ദൈവത്തെ സ്തുതിക്കാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഇവിടെ കുടുംബജീവിതത്തിൽ ഈ ദാനം ദൈവം നൽകിയതിനാൽ സ്തോത്രം. കർത്താവേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് മുതൽ പ്രസവിച്ചെടുക്കും വരെ ഗർഭാശയത്തിൽ കാത്ത് പരിപാലിച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കുഞ്ഞിനെ പ്രസവിച്ചെടുക്കുവാനും ഭൂമിയിൽ പിറന്നു വീണത് മുതൽ ഇതുവരെയും ശാരീരിക വളർച്ച, മാനസിക വളർച്ച, ബുദ്ധിപരമായ വളർച്ച കർത്താവെ കുഞ്ഞിനെ നൽകുകയും ഇന്ന് തിരുമുൻപിൽ കുഞ്ഞിനെ കൊണ്ട് ദൈവനാമഹത്വത്തിനായി പ്രതിഷ്ഠിപ്പാനിടയാക്കിയ കർത്താവിനെ സ്തോത്രം. കർത്താവെ കുഞ്ഞിനെ പുസ്തകങ്ങളിലേക്ക് തരൂ. ആമേൻ. കർത്താവെ ഈ കുഞ്ഞിനെ തിരുമുൻപിലേക്ക് അണച്ച് കർത്താവെ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ ശിമയോ കുഞ്ഞിനെ കരത്തിലെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ചതുപോലെ ഞങ്ങൾ ഈ കുഞ്ഞിനെ കർത്താവിന്റെ കരത്തിൽ തന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുന്നു. കർത്താവെ കുഞ്ഞ് ദൈവകൃപയിലും മനുഷ്യപ്രീതിയിലും വളരട്ടെ. ആമേൻ. ശാരീരിക വളർച്ച, മാനസിക വളർച്ച, ബുദ്ധിപരമായ വളർച്ച, ആത്മീയ വളർച്ച, വിദ്യാഭ്യാസ സമ്പന്നത കാലാകാലങ്ങളിൽ പ്രാപിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്താൽ ഉയർത്തപ്പെട്ട ഒരു അനുഗ്രഹമായി തീരുമാൻ ഞങ്ങൾ തിരുനാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവനാമ മഹത്വത്തിനായി പ്രതിഷ്ഠിക്കുകയാണ്. ഹല്ലേലൂയ. കൃപയിൽ സൂക്ഷിക്കണമേ കർത്താവെ, അനുഗ്രഹിക്കണമേ ദൈവമേ. സ്തോത്രം. കൃപയിൽ വളർത്തണമേ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ദൈവകൃപ അവന്റെ മേലുണ്ടായിരുന്നുള്ള വചനം പോലെ ദൈവകൃപയിൽ മനുഷ്യപ്രീതിയിലും വളരട്ടെ. ഒരു ശമൂവേൽ ബാലനെ പോലെ ദൈവ ശബ്ദം കേട്ട് വളരട്ടെ. ഒരു എസ്തേറിനെ പോലെ ആമേൻ ഒരു ജാതിയുടെ രക്ഷയ്ക്ക് കാരണമായി വളരട്ടെ. എല്ലാ ശത്രു ശക്തികളെയും മനുഷ്യ പൈശാചിക ബന്ധങ്ങളെയും തകർത്തളിഞ്ഞിട്ട് ദൈവകൃപയിൽ കുഞ്ഞു വളരണം. അങ്ങനെ ദൈവകൃപയിലും മനുഷ്യപ്രീതിയിലും വളർന്ന് ബാലാഷ്കതകളും രോഗദുഃഖാദികളെ യേശാദവണം കൃപയിൽ കാക്കണമോ. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവനാമ മഹത്വത്തിനായി വളർത്തുവാൻ കുഞ്ഞിനെ ഇപ്പോൾ പ്രാർത്ഥിച്ച് സ്തോത്രം ചൊല്ലി വാഴ്ത്തി അനുഗ്രഹിച്ച് മാതാപിതാക്കളുടെ കരത്തിലേക്ക് തരുന്നു. കർത്താവേ, മാതാപിതാക്കളുടെ താല്പര്യപ്രകാരം ആമേൻ ഇയാൻ ഏഞ്ചൽ എന്ന പേർ ധരിപ്പിച്ച് ഇപ്പോൾ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ദൈവത്താൽ പ്രശസ്തമായ നിലയിലേക്ക് ഉയർത്തപ്പെടുവാൻ ഇടയാക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ എന്ന ഈ പൈതലിനെ ദൈവനാമ മഹത്വത്തിനായി വളർത്തുവാൻ മാതാപിതാക്കൾ